ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ തുരുതുര അയച്ചു തന്നിട്ട് ചേട്ടാ റിയാക്ട് ചെയ് ചേട്ടാ, അവളെ വലിച്ചു കീറി ചേട്ടാ എന്ന് പറഞ്ഞ് ആൾക്കാർ അയച്ചു തന്നോണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ ഫസ്മിനോടെ ഓട്ടോക്കാരൻ ഇഷ്യൂ. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അതിന് മുമ്പത്തെ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് ഇച്ചിരി മര്യാദയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരെ പറ്റിയിട്ട് പിന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാൻ തോന്നൂല. അപ്പൊ കഴിഞ്ഞ തൊപ്പിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം വിളിച്ച സമയത്ത് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നിന്റെ അടുത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ, നീ എനിക്കിട്ട് പണിതു അല്ല എന്നെ ചൊറിയാൻ വന്നു, ഞാൻ തിരിച്ചു ചെയ്തു, അത് എനിക്ക് തരാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം നിനക്ക് തന്നിട്ടുണ്ട്. എനിക്ക് അപ്പോഴത്തേക്ക് എന്റെ ദേഷ്യവും കാര്യങ്ങളെല്ലാം മാറി, എനിക്ക് നിന്റെ അടുത്ത് പ്രശ്നമൊന്നുമില്ല. അതിന് പുള്ളിക്കാരത്തെയും പറഞ്ഞു, ഓക്കെ, എനിക്കും പ്രശ്നമൊന്നുമില്ല, എനിക്ക് അതുകൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല, ആൾക്കാരറിഞ്ഞു, ഓക്കെ വോട്ടെവർ. പുള്ളിക്കാരത്തി അങ്ങനെ പറഞ്ഞു, അങ്ങനെ അങ്ങ് കഴിഞ്ഞു ആ ഒരു സംഭവം. അതിനുശേഷമാണ് തൊപ്പിയുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ തൊപ്പിയുടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫസ്മിനെ വന്ന് പറയുന്നത് കൊണ്ട് നാട്ടുകാരും വിശ്വസിക്കത്തില്ല. അത്ര കൊടൂരമായിട്ടുള്ള ഐറ്റംസ് ആണ്. അതെന്തെങ്കിലും ഫസ്മിനയ്ക്ക് പറയാൻ തോന്നുവാണെങ്കിൽ ഫസ്മിനെ വന്ന് പറയട്ടെ, ആരും വിശ്വസിക്കാൻ പോണില്ല. പക്ഷെ തൊപ്പിയുടെ കയ്യിലിരിപ്പ് ഇപ്പോഴത്തെ ഒരു കയ്യിലിരിപ്പ് നാട്ടുകാർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. അപ്പൊ കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം ഇവൾ ഇങ്ങനത്തെ ഒരു പരിപാടി എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൊടുപുഴ വെച്ചിട്ട് കണ്ട ഒരു ഓട്ടോക്കാരന്റെ കൈ കാണിച്ച് അതിനകത്ത് കയറി സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അങ്ങേര് വെള്ളം അടിച്ചെന്ന് പറഞ്ഞിട്ട് പോയി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയും കാച്ചി. ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം. വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്, വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം, സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത്, സ്റ്റിയറിംഗ് ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റിയറിംഗ് ആണോ വീഴുന്നതാണ് നിൽക്കുന്നത്? അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാം. അപ്പൊ ഇതാണ് വീഡിയോ. ഇതിനകത്ത് വെള്ളം അടിച്ചിട്ടാണോ താൻ ഓട്ടോ ഓടിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. അതെന്തിനാണ് പറയുന്നത് സ്റ്റിൽ മനസ്സിലായിട്ടില്ല. ആൻഡ് ഇത് കഴിഞ്ഞ് വേറൊരു ചാനൽ ഈ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ വന്നു. പുള്ളി വെള്ളവേ അടിക്കാത്ത ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ആ ഇന്റർവ്യൂ ഒന്ന് വെക്കാം. നിങ്ങളല്ല കഴിഞ്ഞ സ്റ്റാൻഡിൽ ആ പിള്ളേരോടൊക്കെ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരാള്. ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണം? പിന്നെ എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടിയിൽ കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണിയായി. ഒരു പറളങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാൽ ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു വയറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് പുള്ളിയുടെ സംസാരം തന്നെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടുള്ള സംസാരമാണ്. ഇച്ചിരി ഇഷ്ടപ്പെട്ടിട്ടൊക്കെയുള്ള ആ കൈൻഡ് ഓഫ് സംസാരമാണ്. സംസാര ശൈലി കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. മേ ബി അത് കണ്ടിട്ടായിരിക്കണം ചാച്ചി പറഞ്ഞത്, ചേട്ടൻ വെള്ളം ഒടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന്. നമുക്ക് പറയാം, നമ്മൾ മൊത്തം കഴിഞ്ഞില്ല, നമുക്ക് കണ്ടിട്ട് നമുക്ക് പറയാം. വേണ്ടിയിട്ടും റീൽസിന് വേണ്ടിയിട്ടും ഇത്തരം പോക്കരിത്തരം കാണിക്കുന്ന നിങ്ങളോടാണ് ഈ ഒരു ചോദ്യം. ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 3 ചക്രമുള്ള വണ്ടിയായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. അവരോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയോ? സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ട സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചതെന്ന്. അവർ പറഞ്ഞു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാന്ന് നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. ഭാവത്തിന് അറിയാൻ പാടില്ല. എന്തിനാ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണേ? കുറച്ച് മനുഷ്യത്വം കാണിക്കണം, ഇത്രേ പറയാനുള്ളൂ. ഇവിടുത്തെ അയൽവാസി എന്ന നിലയിൽ ഈ ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം, ആ മനുഷ്യൻ മദ്യപിക്കോ, ആ മനുഷ്യൻ എന്താണെന്നുള്ളത്. വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ വീഡിയോ കണ്ട് പുള്ളി മാനസികമായിട്ട് അങ്ങ് തളർന്നു പോയി. പിന്നെ പലരും ഓട്ടോ വിളിക്കാത്ത രീതിയിലൊക്കെ അങ്ങോട്ട് ആയി. KL 38L 8912 ഈ വണ്ടി നമ്പർ സഹിതം വെച്ചാണ് ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. എന്തിനാ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്? ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്നാ ചേട്ടൻ പറഞ്ഞത്. കൊടുക്കാം. അതാണ് ഈ മനുഷ്യൻ പറഞ്ഞ ഉറപ്പ്. ഒരു തുള്ളി പോലും മദ്യപിക്കാത്ത മനുഷ്യനെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചതിന് ഡിഫേമേഷനെതിരെ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യണം. നിയമപരമായിട്ട് നിങ്ങൾ ഇതിന് മുന്നോട്ട് പോകണം. അതെനിക്ക് പറയാനുള്ളൂ. നിയമപരമായിട്ട് നിയമത്തിന്റെ ഏതറ്റം വരെ പോയാലും ഈ മനുഷ്യന് നീതി കിട്ടുന്ന രീതിയിലേക്കായിരിക്കണം ഇത് ഇനി നീങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു പാഠമായിട്ടിരിക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഇവർ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. തൊടുപുഴയിലാണ് സംഭവം നടക്കുന്നത്. ചേട്ടൻ്റെ പേര് രാജു എന്നാണ്. അവർ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തപ്പോഴത്തേക്ക് ഫസ്മിന വീഡിയോ
അതുപോലെ മുക്കി നൈസായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അത് മാറ്റിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അടിയിൽ കുറെ കമന്റ്സും വന്നിട്ടുണ്ട്. ഈ ചേട്ടന്റെ ഓട്ടോയിൽ ഒരുപാട് യാത്രയായിട്ടുള്ളതാണ്, പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള കുറെ കമന്റ്സ് വരുന്നുണ്ട്. ഈ രാജു എന്ന് പറയുന്ന ചേട്ടന്റെ മോന്റെ വോയിസ് റെക്കോർഡും കൂടെ ഞാൻ വെക്കാം. ആ ചെറുക്കമ്മയുടെ പറയുന്ന കാര്യം നോക്ക്. അപ്പോൾ അച്ഛൻ തൊഴിലുറ ടൗണിലൂടെ ഒരു ഓട്ടം പോയതാണ്. ഓട്ടം പോയപ്പോൾ അവിടെ KSRTC സ്റ്റാൻഡിലാണ് ഓട്ടം പോയത്. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ പെൺകുച്ചാൻ്റെ കൂടെ വേറെ ചെറുക്കനും ഉണ്ടായിരുന്നു. ഇവരുകൊണ്ട് വണ്ടിയിൽ കയറിയെന്ന് പറയുന്നത്. വണ്ടിയിൽ കയറിയിട്ട് സുഡിയോയുടെ അടുത്തുള്ള ഏതോ ഷോപ്പിൽ ഇടാൻ പറഞ്ഞു. അച്ഛന് സ്റ്റുഡിയോ ഏതാ, പഴയ ആൾക്കാരല്ലേ, അവർക്ക് സ്റ്റുഡിയോ ഏതാ സ്റ്റുഡിയോ എന്ന് അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു വഴി പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാം, സ്റ്റുഡിയോ ആണെങ്കിൽ ഇവിടെ ഒത്തിരി സ്റ്റുഡിയോസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ പെൺകൊച്ച് കിടന്ന് റേസായി ചൂടായി ഒച്ചയിടുക ചെയ്തതെന്നാണ് പറഞ്ഞത്. വണ്ടിയിലിരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ തൊടുപുഴ ടൗണിൽ കിടന്നിട്ട് സ്റ്റുഡിയോ പറഞ്ഞാൽ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റേസ് ആവുക ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു 100 മീറ്റർ മാക്സിമം അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് 2 പേരും ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ വീഡിയോയും ഷൂട്ട് ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ചെയ്തത്. ഇതാണ് ഉണ്ടായത്. അച്ഛനാണെങ്കിൽ പ്രഷറിന് ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. ഇത് അച്ഛനെ എത്രത്തോളം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യം. അപ്പോൾ അതാണ് എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം വന്ന് തെളിയിക്കുന്ന ഫസ്മിന. ഈ കാര്യത്തിൽ എന്ത് തെളിവ്? നീ അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ വളഞ്ഞും പുളഞ്ഞും ഒക്കെ ഓട്ടോ പോയെന്ന്. ഈ വളഞ്ഞും പുളഞ്ഞും ഓട്ടോ പോകുന്ന ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നു പുള്ളി വെള്ളം അടിച്ചെന്ന്. ഇത് പുള്ളി ചോദിക്കുമ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് പുള്ളി നിന്റെ വർത്താനം കേട്ട് അന്താളിച്ചിയോ ഒന്നും ചെയ്യല്ലേ ഇങ്ങനെ പറഞ്ഞ പോലെ മനസ്സിലായ. അല്ല ഇനിയിപ്പം അങ്ങനെ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പറയൂടെ ഞാൻ വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന്? കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്ക്. പൊട്ടനാ ഞാൻ വെള്ളം അടിച്ചിട്ടാ വണ്ടി ഓടിക്കുന്നതെന്ന് ആരെങ്കിലും ഏതുവരാ പറയുന്നത്? അതല്ലാതെ പുള്ളി വെള്ളം അടിച്ചു എന്ന് തെളിയിക്കാൻ പാകത്തിന് ഒരു പ്രൂഫ് ഫസ്മിനയുടെ കയ്യിലില്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ സംസാരം. ഇപ്പൊ വെള്ളം അടിക്കാതെ കുട്ടപ്പനായിട്ട് ടിപ് ടോപ്പായിട്ട് മുണ്ടൊക്കെ എടുത്തു സംസാരിച്ച സമയത്തും പുള്ളി ആ ഓട്ടോക്കകത്ത് സംസാരിക്കുന്ന അതേ രീതി തന്നെയാണ് സംസാരിച്ചിട്ടിരുന്നത്. പുള്ളിക്ക് കുറച്ച് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് തോന്നുന്നു ആ സംസാരം കേട്ട്. ഹെൽത്തിന് ഇഷ്യൂസ് ഉള്ള പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാണെന്നും പറയുന്നു ആ പയ്യൻ പറയുന്നത് കേട്ട്. അപ്പൊ അങ്ങനെ ഒരാൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓട്ടോ ഓടിച്ച് ഇത്രയും കുഴഞ്ഞ് നിൽക്കുന്നതാണ്. ഇത്രയും ടയർഡായിട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ പണിയെടുത്തിട്ട് ടയർഡായിട്ട് നിൽക്കുകയാണ്. അന്നേരം അങ്ങേര് ചിലപ്പോൾ വീർത്തിട്ടുണ്ടാവും, ടയർഡ് മേഡം ഫേസിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അത് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും വെള്ളം അടിച്ചിട്ടാണ് എന്ന് അങ്ങനെ പറയാൻ പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പോലീസിൽ കൊണ്ട് കേസ് കൊടുക്കുന്നതാണ്. എന്തുകൊണ്ട് ഫസ്മിനെ ഈ ഒരു കാര്യം പോലീസിനെ അറിയിച്ചില്ല? അങ്ങേരുടെ ഭാഗത്തു നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല? ഇത് നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിനക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതാണ്, ഇങ്ങനെയൊക്കെയുള്ള കോൺട്രവേഴ്സി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കത്തുകയും ചെയ്യും. എത്ര മില്യൺ ആൾക്കാർ കണ്ടെന്ന് എനിക്കറിയില്ല ആ വീഡിയോ. എന്തായാലും അത് നിലവിൽ ഇപ്പോൾ ഇല്ല. ഓക്കെ, ഇത് കണ്ടിട്ട് ഇയാൾ പോയി എന്തെങ്കിലും കടുങ്ക ചെയ്തെങ്കിലും അതും വേണ്ട. ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള മനുഷ്യനാണ്. എന്തെങ്കിലും മനപ്രയാസം വന്നിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും അറ്റാക്ക് വല്ലതും വന്നു പോയിരുന്നെങ്കിലോ സമാധാനം നീ പറയുമോ? നമ്മുടെ മുന്നിൽ വലിയൊരു എക്സാമ്പിൾ ഉണ്ട്, ദീപക് എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് ഒരു പ്രൂഫും ഇല്ലാതെ. ഞാൻ ഇവിടെ സംസാരിച്ചു, ഞാൻ ഫസ്മിനോട് സംസാരിച്ച സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞു എനിക്ക് ഉറപ്പാ 100% ഉറപ്പാ വെള്ളം അടിച്ചു എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. പിന്നീട് പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറഞ്ഞു, തൊടുപുഴയിൽ കടന്ന് ഓടുന്നതല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതും നീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വെള്ളം അടിച്ചു എന്ന് തെളിയിക്കാൻ പാകത്തിനായിട്ട് ഒരു സാധനവും ഫസ്മിനയുടെ കയ്യിലില്ല. എന്തൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഒരു ഇഷ്യൂ ഇത്രയും വഷളാവുമെന്ന് അറിയത്തില്ലായിരുന്നു. സീരിയസ്ലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മനുഷ്യന്റെ മേപ്പോട്ട് ഒരു സാധാരണക്കാരൻ അന്നന്ന് ഓട്ടോ ഓടി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മേപ്പോട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്ന ഒരുത്തനാണ്. നീ നമ്പർ പ്ലേറ്റ് അടക്കം എടുത്തതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് അടക്കം അങ്ങയുടെ ഓട്ടോയിൽ നാളെ ആരെങ്കിലും കയറുമോ? അതും ലോൺ എടുത്തേക്കുന്ന ഓട്ടോയാണ്. ഒന്നാമത് ഓട്ടോക്കാർക്ക് ഇപ്പോൾ ഓട്ടം വളരെ കുറവാണ്. ദിവസേന കിട്ടുന്ന വല്ല നക്കാപ്പിച്ചയും കൊണ്ടായാലും ഇവർക്ക് ജീവിക്കുന്നത് തന്നെ. അന്നേരം പോയിട്ട് ഇമ്മാതിരി പരിപാടി കാണിക്കുമ്പോൾ എൻ്റെ പൊന്നു ഫസ്മിനെ നിന്റെ ലല്ലൂമ്പി അല്ലിത്. അവന് ഒരു പെണ്ണ് പോയാൽ അടുത്ത പെണ്ണ് കിട്ടും. അവൻ ഇപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ട് നടക്കുവാണ്. ഇങ്ങനൊരു മകനുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു മകളും ഉണ്ടെന്ന് തോന്നുന്നു. ഇവരൊക്കെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഇത് കാണുന്ന ആൾക്കാർക്ക് അവർക്കൊരു നല്ല ആലോചന വരുമോ? കുടുംബത്തിന്റെ മാനം ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കൂട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കി ഇങ്ങനെ നാണം കിട്ടി നാറി തഴക്കവും പഴക്കമുള്ള ആളുകളല്ല അവര്. അത് മനസ്സിലാക്ക്. ഒന്നെങ്കിലും പറയുന്ന കാര്യത്തിൽ എന്തൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ഒന്നാമതേ നീ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരും വിശ്വസിക്കൂല. അത് അതിനൊരു വൺ ഓഫ് ദ റീസൺ ഞാനാണ്, സമ്മതിക്കുന്നു. ഓക്കെ, ഉടായ്പകളൊക്കെ നമ്മൾ പൊളിച്ചു കൊടുത്തായിരുന്നല്ലോ. അതിന്റെ ഒരു നന്ദി നിനക്ക് എന്നും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അത് നന്ദി ഉണ്ടാവണം കേട്ടോ. എനിക്കിട്ട് ഉണ്ടാക്കാൻ ഇനി വരല്ലേ, അതെനിക്ക് പറയാനുള്ളത്. നീ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഏറിപ്പോൻ താല്പര്യം ഒന്നും ഇട്ട് നമുക്ക് ഒന്നുകൂടെ പിടിച്ച് ഏറിക്കയറ്റാം. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് അതിന് കൃത്യമായിട്ടൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കിട്ടണം. ഒന്ന്, എന്തുകൊണ്ട് ഇദ്ദേഹം വെള്ളമടിച്ച് വളഞ്ഞു പുളഞ്ഞ്, മെയിൻ അതാണ്, വളഞ്ഞു പുളഞ്ഞു പോകുന്ന വീഡിയോ എന്തുകൊണ്ട് എടുത്തില്ല?
2 നിങ്ങൾ എടുത്ത് തർക്കിച്ചു എന്ന് പറയുന്നു, അതിന്റെ വീഡിയോ എന്തുകൊണ്ട് എടുത്തില്ല? ഇത് എന്ന് പറയുന്നതിന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. പിന്നെ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു, അതിന്റെ വീഡിയോ എന്തുകൊണ്ട് എടുത്തില്ല? നിന്റെ വീട്ടിലൊരു ഈച്ച വന്ന് വളിവിട്ട് അതിന്റെ ഇന്റൻസിറ്റി വളിയുടെ എണ്ണവും വരെ പ്രൂഫ് സഹിതം വെച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് നീ. അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോൾ നമുക്ക് ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 2 ഓപ്ഷനാണ് നിന്റെ മുന്നിലുള്ളത്. ഒന്ന്, ചെയ്തത് തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന തെറിവിളി കുറച്ച് കുറയും. പുള്ളിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത് വെച്ച് കയറി സംസാരിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. 2, ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം വെള്ളമടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നീ തെളിയിക്കുക. അല്ലാത്ത പക്ഷം കേൾക്കുന്ന തെറിവിളികൾ കേട്ടുകൊണ്ടേയിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും അധികം വലിച്ചേറാൻ നിൽക്കണില്ല. സോ കൂടുതൽ ഒന്നും പറയാനില്ല. അപ്പം ശരി, ബൈ.